ഇസ്ലാമിൽ ലോകാവസാന പ്രവചനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അൽ മസീഹ ദജ്ജാൽ അഥവാ ദജ്ജാലിന്റെ വരവ്. ലോകാവസാന കാലത്ത് വരാനിരിക്കുന്ന ദജ്ജാൽ നിലവിൽ എവിടെയാണ് ഉള്ളത്? ഏതെങ്കിലും ദ്വീപിൽ ചങ്ങലയിൽപ്പെട്ട് കിടക്കുകയാണോ? നെറ്റിയിൽ കാഫിർ എന്ന അടയാളവുമായി വരുന്ന ദജ്ജാലിനും 666 എന്ന അടയാളവുമായി വരുന്ന അന്തിക്രിസ്തുവിനും, അല്ലെങ്കിൽ യഹൂദ മിത്തോളജിയിൽ പറയുന്ന വെണ്ണക്കല്ലിൽ ശില്പത്തിൽ നിന്ന് ജനിച്ച അർമല്ലൂസ് എന്ന് പറയുന്ന ഒറ്റക്കണ്ണനായ ആ ജീവിക്കും തമ്മിലെന്താണ് ബന്ധം? വിവേചന ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് ഇത്തരം ഭയാനകമായ കഥകൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ മതനേതൃത്വം ചെയ്യുന്നത് എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദജ്ജാലിനെ കുറിച്ച് വിശദമായിട്ട്, ദജ്ജാൽ എന്ന സങ്കല്പത്തെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വിശ്വാസ കാര്യങ്ങളിൽ അന്തിമമായ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനാണ്. എന്നാൽ അതിശയകരം എന്ന് പറയട്ടെ, ഖുർആനിൽ ഒരിടത്ത് പോലും ദജ്ജാൽ എന്ന പേരോ ദജ്ജാലിനെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവരണമോ ഇല്ല. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് ഹദീസുകളിൽ ആവർത്തിച്ച് വിവരിക്കുന്ന ഈ ദജ്ജാലിനെ കുറിച്ച് എന്തുകൊണ്ടായിരിക്കും ഖുർആനിൽ ഒരു പരാമർശം പോലും ഇല്ലാത്തത്? ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇവിടെ തന്നെയാണ് ആദ്യത്തെ സംശയവും വരുന്നത്. ഖുർആനിൽ ഇല്ലാത്ത ദജ്ജാലിനെ കുറിച്ച് കൂടുതൽ വിവരണങ്ങളുള്ളത് ഹദീസുകളിലാണ്. ഒരുപാട് ഹദീസുകളിലായിട്ട് ദജ്ജാലിന്റെ വിവരണങ്ങൾ ഉണ്ട്. അതിൽ 1-2 ഞാൻ വായിക്കാം. ആദ്യം വായിക്കുന്നത് സഹീഹ് മുസ്ലിമിലെ 2937 ഹദീസാണ്. വലിയൊരു ഹദീസാണ്. അതിൽ ദജ്ജാലിന്റെ ഭാഗം മാത്രം വായിക്കാം. സഹീഹ് മുസ്ലിം 2937 അൻ നവ്വാസ് ഇബ്നു സംആൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ദിവസം രാവിലെ അള്ളാഹുവിന്റെ ദൂതൻ ദജ്ജാലിനെ കുറിച്ച് പരാമർശിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തെ നിസാരനായി വിവരിക്കുകയും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഫിത്ന അത്യന്തം ഭയാനകമാണെന്ന് വിവരിക്കുകയും ചെയ്തു. അത് കേട്ട് ഞങ്ങൾക്ക് ദജ്ജാൽ ഈന്തപ്പനത്തോട്ടത്തിനിടയിൽ എവിടെയോ സമീപത്ത് തന്നെ ഉള്ളതുപോലെ തോന്നി. വൈകുന്നേരം ഞങ്ങൾ നബിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ മുഖങ്ങളിലെ ഭയത്തിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്ന് രാവിലെ താങ്കൾ ദജ്ജാലിനെ കുറിച്ച് ചിലപ്പോൾ നിസാരനായും ചിലപ്പോൾ അത്യന്തം ഭയാനകനായും വിവരിച്ചു. അതിനാൽ അവൻ ഈ ഈന്തപ്പനത്തോട്ടത്തിനുള്ളിൽ എവിടെയോ ഉണ്ടെന്ന് ഞങ്ങൾ കരുതാൻ തുടങ്ങി. അപ്പോൾ നബി പറഞ്ഞു, ദജ്ജാലിനേക്കാൾ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഭയപ്പെടുന്നത്. അവൻ ഞാൻ നിങ്ങളുടെ ഇടയിലിരിക്കുമ്പോഴാണ് വരുന്നതെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ പ്രതിനിധീകരിച്ച് അവനെ നേരിടും. എന്നാൽ ഞാൻ ഇല്ലാത്ത സമയത്താണ് അവൻ വരുന്നതെങ്കിൽ ഓരോ മനുഷ്യനും സ്വന്തം വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടി വരും. എനിക്ക് പകരമായി എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്. എന്നിട്ട് പിന്നീട് ദജ്ജാലിന്റെ ഒരു വിവരണം പറയാണ്. ദജ്ജാൽ ചെറുപ്പക്കാരനായിരിക്കും. അവന്റെ മുടി വളഞ്ഞതും ചുരുണ്ടതുമായിരിക്കും. അവന്റെ ഒരു കണ്ണ് വികലമായിരിക്കും. ഞാൻ അവനെ അബ്ദുൽ ഉസ്സ ഇബ്നു ഖത്വാനിനോട് ഉപമിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അവനെ കാണാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ സൂറത്തുൽ കഹഫിന്റെ ആദ്യ ഭാഗത്തെ ആയത്തുകൾ അവന്റെ മുമ്പിൽ പാരായണം ചെയ്യട്ടെ. അവൻ ഷാമിനും ഇറാഖിനും ഇടയിലുള്ള പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുകയും വലത്തോട്ടും ഇടത്തോട്ടും നാശവും കുഴപ്പവും വരുത്തുകയും ചെയ്യും. അള്ളാഹുവിന്റെ ദാസന്മാരെ, സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അവൻ ഭൂമിയിൽ എത്ര കാലം താമസിക്കും? അദ്ദേഹം പറഞ്ഞു, 40 ദിവസം. അതിലൊരു ദിവസം ഒരു വർഷം പോലെയും മറ്റൊരു ദിവസം ഒരു മാസം പോലെയും മറ്റൊരു ദിവസം ഒരാഴ്ച പോലെയും ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസങ്ങളെ പോലെ ആയിരിക്കും. ഞങ്ങൾ ചോദിച്ചു, ഒരു വർഷത്തിന് തുല്യമായ ആ ദിവസത്തിൽ ഒരു ദിവസത്തെ നിസ്കാരം മാത്രം മതിയോ? അദ്ദേഹം പറഞ്ഞു, അല്ല, നിങ്ങൾ സമയം കണക്കാക്കി അതനുസരിച്ച് നമസ്കരിക്കണം. ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അവൻ ഭൂമിയിലൂടെ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുക? അദ്ദേഹം പറഞ്ഞു, കാറ്റിൽ പറന്നു പോകുന്ന മേഘം പോലെ അവൻ ഒരു ജനതയുടെ അടുത്ത് ചെന്ന് തന്റെ വഴിയിലേക്ക് അവരെ ക്ഷണിക്കും. അവർ അവനിൽ വിശ്വസിക്കുകയും അവനെ പിന്തുടരുകയും ചെയ്യും. അപ്പോൾ അവൻ ആകാശത്തോട് മഴ പെയ്യാൻ കൽപ്പിക്കും, മഴ പെയ്യും. ഭൂമിയോട് വിളവുണ്ടാക്കാൻ കൽപ്പിക്കും, വിളവുണ്ടാകും. വൈകുന്നേരം അവരുടെ മേഞ്ഞു നടന്ന മൃഗങ്ങൾ വലിയ കൊഴുപ്പോടെയും നിറഞ്ഞ അകിടുകളോടെയും സമൃദ്ധമായ നിലയിലുമായിരിക്കും മടങ്ങി വരിക. പിന്നീട് അവൻ മറ്റൊരു ജനതയുടെ അടുത്ത് പോകും, അവരെയും ക്ഷണിക്കും. എന്നാൽ അവർ അവനെ നിരസിക്കും. അപ്പോൾ അവൻ അവിടെ നിന്ന് മാറിപ്പോകും. തുടർന്ന് അവിടെ വരൾച്ചയുണ്ടാകും. അവരുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകും. ശേഷം അവൻ ഒരു വിജന പ്രദേശത്ത് കൂടി നടക്കും. അവിടെ അവൻ പറയും, നിന്റെ നിക്ഷേപങ്ങൾ പുറത്തു കൊണ്ടുവരിക. ഉടൻ തന്നെ ആ നിക്ഷേപങ്ങൾ തേനീച്ചക്കൂട്ടം രാജ്ഞിയെ പിന്തുടരുന്നത് പോലെ അവന്റെ പിന്നാലെ വരും.
അതിനുശേഷം അവൻ യുവത്വത്തിന്റെ ഉച്ചസ്ഥായിയിലുള്ള ഒരാളെ വിളിക്കും. വാളുകൊണ്ട് അവനെ രണ്ടായി വെട്ടും. അമ്പെയ്ത്തുകാരനും ലക്ഷ്യവും തമ്മിലുള്ള ദൂരത്തോളം അകലെ വെച്ച് ആ രണ്ട് ഭാഗങ്ങളും കിടത്തും. പിന്നീട് അവനെ വീണ്ടും വിളിക്കും. അപ്പോൾ അവൻ സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖവുമായി ജീവനോടെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ ഇരിക്കെയാണ് അള്ളാഹു മറിയമിന്റെ പുത്രനായ ഈസായെ അയക്കുക. അദ്ദേഹം ദമാസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിൽ ഇറങ്ങി വരും. കുങ്കുമം കൊണ്ട് നേരിയ നിറം നൽകിയ 2 വസ്ത്രങ്ങൾ ധരിച്ചിരിക്കും. 2 മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഇറക്കം. അദ്ദേഹത്തിന്റെ ശ്വാസത്തിന്റെ ഗന്ധം ലഭിക്കുന്ന എല്ലാ വിശ്വാസികളും മരിച്ചുപോകും. അദ്ദേഹത്തിന്റെ ശ്വാസം എത്തുന്ന ദൂരം വരെ അതിന്റെ സ്വാധീനമുണ്ടാകും. പിന്നീട് അദ്ദേഹം ദജ്ജാലിനെ അന്വേഷിക്കും. ഒടുവിൽ ലുദ് എന്ന സ്ഥലത്തിന്റെ കവാടത്തിൽ അവനെ കണ്ടെത്തി വധിക്കും. അതിനുശേഷം അള്ളാഹു സംരക്ഷിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഈസായുടെ അടുത്തേക്ക് വരും. അദ്ദേഹം അവരുടെ മുഖങ്ങൾ തുടച്ചു കൊടുക്കുകയും സ്വർഗത്തിലെ അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ഈ ഹദീസിൽ ദജ്ജാലിനെ കുറിച്ച് വിവരിക്കുന്നത്. ദജ്ജാലിന് പിന്നീട് എന്ത് സംഭവിക്കും എന്നൊക്കെ വിവരിക്കുന്നത് ഇത്രയുമാണ്. ഇതിനുശേഷമുള്ള ഭാഗങ്ങൾ യജൂജ് മൗജൂജിനെ കുറിച്ചാണ്. അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. ഈ ഹദീസിന്റെ ബാക്കി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹദീസ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഇതിലൊരുപാട് ഭാവനകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ ഒരു രൂപം, ഈ ഹദീസിൽ ഈ ദജ്ജാലിന്റെ ഒരു രൂപം പറയുന്നുണ്ട്. അവൻ ചെറുപ്പക്കാരനായിരിക്കും. ദജ്ജാൽ ചെറുപ്പക്കാരനായിരിക്കും. അവന്റെ മുടി വളഞ്ഞതും ചുരുണ്ടതുമായിരിക്കും. അവന്റെ ഒരു കണ്ണ് വികലമായിരിക്കും. അതായത് ഒരു കണ്ണ് ലേശം കാണാത്ത രീതിയിലുള്ള വികലമായിരിക്കും. അത് എത്രത്തോളം വികലമാണെന്നുള്ളത് മറ്റ് ഹദീസുകളിൽ പറയുന്നുണ്ട്. ഞാൻ അവനെ അബ്ദുൽ ഉസ ഇബ്നു ഖത്താനിനോട് ഉപമിക്കുന്നു. അറേബ്യയിലുണ്ടായിരുന്ന ഏതൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ പോലെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ മനുഷ്യനെ പോലെ ആയിരിക്കും എന്ന് ആ മനുഷ്യനെയും ബോഡി ഷെയിം ചെയ്യാണ്. മറ്റൊരു ഹദീസും കൂടെ ഉണ്ട്, ദജ്ജാലിന്റെ രൂപം വിവരിക്കുന്ന ഹദീസ്. അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. അബ്ദുള്ള റാ നിവേദനം ചെയ്യുന്നു, നബിയുടെ സന്നിധിയിൽ ദജ്ജാലിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു. അപ്പോൾ നബി പറഞ്ഞു, തീർച്ചയായും അള്ളാഹു നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനല്ല, അവൻ ഒറ്റക്കണ്ണനുമല്ല. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ കണ്ണിലേക്ക് കൈകൊണ്ട് സൂചിപ്പിച്ചു. ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു, എന്നാൽ മസീഹുദ് ദജ്ജാലിന്റെ വലത് കണ്ണ് അന്ധമായിരിക്കും. അവന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുന്തിരിപ്പഴം പോലെ ആയിരിക്കും. ഈ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ലക്ഷണങ്ങളുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് എന്തോ ഒരു റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ എത്ര മനുഷ്യന്മാർ ഈ ലക്ഷണങ്ങളോട് കൂടി ജനിച്ച, അതായത് ഒരു കണ്ണിന് എന്തെങ്കിലും ജനിതകപരമായ തകരാറ് കൊണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ നെറ്റിയിലെ ചുളിവുകൾ ഈ പറയുന്ന പോലെ കാഫറ എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മനുഷ്യരുണ്ടായിരുന്നുവെങ്കിൽ എത്ര പേര് ചിലപ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ടാവും, എത്ര പേര് ഒറ്റപ്പെടുകയുണ്ടായിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ആലോചിച്ചത്. പിന്നെ ഹദീസ് 809 ഈ ഹദീസിലാണ് സൂറത്ത് കഹ്ഫിന്റെ ആദ്യ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആയത്തുകളിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഖുർആന്റെ കുറച്ച് പോരിശയും പിന്നെ ഗുഹയിൽ ഉറങ്ങിയ കുറച്ച് ആൾക്കാരുടെ ഒരു നാടോടി കഥയാണ്. ഇത് മറ്റൊരു വീഡിയോയിൽ പറയാം. മുസ്നദ് അഹമ്മദിലെ ഒരു ഹദീസിലാണ് ഈ ദജ്ജാല് എങ്ങനെയാണ് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. മുസ്നദ് അഹമ്മദ് ഹദീസ് നമ്പർ 14954 സയ്യിദുന ജാബിർ റാ നിവേദനം ചെയ്യുന്നു. ദജ്ജാലിന്റെ പ്രത്യക്ഷപ്പെടൽ മതകാര്യങ്ങളിൽ ആളുകൾ അലംഭാവം കാണിക്കുകയും വിജ്ഞാനം കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു കാലത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 40 ദിവസം സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവനൊരു കഴുതയുടെ പുറത്ത് സഞ്ചരിക്കുമെന്നാണ്. അതിന്റെ 2 ചെവികൾക്കിടയിലെ ദൂരം 40 മുഴമായിരിക്കും. ഒരു കഴുതയുടെ 2 ചെവികൾ തമ്മിലുള്ള അകലം 40 മുഴമായിരിക്കും. അവൻ ജനങ്ങളോട് പറയും, നിങ്ങളുടെ രക്ഷിതാവ്, എന്നാൽ അവൻ ഒറ്റക്കണ്ണനായിരിക്കും. നിങ്ങളുടെ രക്ഷിതാവ് ഒറ്റക്കണ്ണനല്ല, അതായത് അള്ളാഹു ഒറ്റക്കണ്ണനല്ല. ഇങ്ങനെ ദജ്ജാൽ എങ്ങാനും ഇറങ്ങി വന്നിട്ട് ഒറ്റക്കണ്ണുള്ള ആളാണ് ആ ദജ്ജാല്. അയാൾ പറയാണ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കണ്ട. കാരണം അള്ളാഹുവിന് 2 കണ്ണും ഉണ്ട്, അള്ളാഹു ഒറ്റക്കണ്ണനല്ല എന്നാണ് ഈ ഹദീസിലും മറ്റു പല ഹദീസുകളിലും മുഹമ്മദ് പറഞ്ഞതായിട്ട് പറയുന്നത്. അവന്റെ 2 കണ്ണുകൾക്കിടയിൽ അക്ഷരങ്ങളായി കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും. പഠിച്ചവനും പഠിക്കാത്തവനുമായ എല്ലാ മുസ്ലിങ്ങളും അത് വായിക്കാൻ കഴിയും. മക്കയും മദീനയും ഒഴികെയുള്ള എല്ലാ ജലസ്രോതസ്സുകളിലും പ്രദേശങ്ങളിലും അവൻ എത്തിച്ചേരും. കാരണം ആ 2 വിശുദ്ധ നഗരങ്ങളും അള്ളാഹു അവന് വിലക്കിയിരിക്കുന്നു. അവന്റെ കൂടെ അപ്പത്തിന്റെ മലകൾ ഉണ്ടായിരിക്കും. അവനെ അനുഗമിക്കുന്നവരൊഴികെ മറ്റെല്ലാ ആളുകളും കടുത്ത ദുരിതത്തിലായിരിക്കും. അവന്റെ കൂടെ 2 നദികൾ ഉണ്ടായിരിക്കും. അവയെക്കുറിച്ച് എനിക്ക് അവനേക്കാൾ നന്നായി അറിയാം. അവയിൽ ഒന്നിനെ അവൻ സ്വർഗമെന്നും മറ്റൊന്നിനെ നരകമെന്നും വിളിക്കും. അവൻ സ്വർഗമെന്ന് പറയുന്നതിൽ പ്രവേശിക്കുന്നവന് അത് യഥാർത്ഥത്തിൽ നരകമായിരിക്കും. അവൻ നരകമെന്ന് പറയുന്നതിൽ പ്രവേശിക്കുന്നവന് അത് യഥാർത്ഥത്തിൽ സ്വർഗമായിരിക്കും. അള്ളാഹു അവനോടൊപ്പം പിശാചുക്കളെ അയക്കും. അവർ ജനങ്ങളോട് സംസാരിക്കും. അവന്റെ കൂടെ അത്യന്തം വലിയൊരു പരീക്ഷണം അഥവാ ഫിത്ന ഉണ്ടായിരിക്കും.
അവൻ ആകാശത്തോട് കൽപ്പിക്കും, അപ്പോൾ ജനങ്ങൾക്ക് മഴ പെയ്യുന്നത് പോലെ തോന്നും. അവനൊരു മനുഷ്യനെ കൊന്ന് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ജീവനോട് ഉയർപ്പിക്കും. ഇങ്ങനെ പോകുന്ന ഒരു ഭാവനാ കഥയുടെ കുറേയേറെ ഭാഗങ്ങളാണ് ഈ ഹദീസുകളിലെല്ലാം ഉള്ളത്. ദജ്ജാൽ എന്ന് പറയുന്ന ഒരു ഒറ്റക്കണനായ മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിനേക്കാൾ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് പറയുന്നത്. അള്ളാഹു അനുവദിച്ചാൽ മാത്രമേ ഭൂമിയിൽ എന്തും നടക്കുകയുള്ളൂ. അപ്പോൾ ദജ്ജാലിനെ ഈ പരിപാടികളൊക്കെ നടത്താൻ അള്ളാഹു അനുവദിക്കുന്നു. ഇപ്പം നിലവിൽ ദജ്ജാൽ എവിടെയാണ് ഉള്ളതെന്ന് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. നമുക്ക് ആ ഹദീസും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ഇതുവരെ വായിച്ച ഹദീസുകളിൽ നിന്ന് ദജ്ജാലിന്റെ രൂപം, ദജ്ജാലിന്റെ വാഹനം, ദജ്ജാൽ ചെയ്യുന്ന കാര്യങ്ങൾ, അവന്റെ അത്ഭുതങ്ങൾ, അവന്റെ ഫിത്നകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കാഫിർ എന്ന് നെറ്റിയിൽ എഴുതിയിട്ടുണ്ടാകും, ഈസാ നബി അവസാനം ദജ്ജാലിനെ കൊല്ലും, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം വായിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. എന്നാൽ ഇനി വായിക്കാൻ പോകുന്ന ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എവിടെയാണ് നിലവിൽ ദജ്ജാൽ ഉള്ളത് എന്നാണ്. ഇത് തമീമുദ്ദാരിയുടെ ഹദീസ് എന്നറിയപ്പെടുന്ന ഒരു ഹദീസാണ്. സഹീഹ് മുസ്ലിമിലെ 2942 സിറാഹിലിന്റെ ഹദീസ് എന്നും ഇതിന് ഒരു പേരുണ്ട്. ദജ്ജാൽ എവിടെയാണ് ഉള്ളത് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഹദീസ് ഫുള്ള് വായിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ലിങ്ക് ഇവിടെ ഇടാം, ഹദീസിന്റെ നമ്പറും കൊടുക്കാം. sunnah.com നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹദീസിന്റെ നമ്പർ അടിച്ചെടുത്താൽ കിട്ടും. അതായത് മുഹമ്മദ് തന്നെ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി വന്ന് പിന്നീട് മുഹമ്മദിനോട് പറഞ്ഞു. ആ കഥയാണ് മുഹമ്മദ് നാട്ടുകാരോട് പറയുന്നത് എന്ന തരത്തിലാണ് ഈ ഹദീസ് ഉള്ളത്. തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ കടലിൽ യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റിയിട്ട് ഒരു ദ്വീപിലെത്തപ്പെട്ടു. ആ ദ്വീപിൽ ചെന്നപ്പോൾ ജസാസ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു, നിറയെ രോമങ്ങളൊക്കെ ഉള്ള ഒരു ജീവി. ആ ജീവി ഇവരെ കൊണ്ട് ഈ ദജ്ജാലിന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ദജ്ജാൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ശക്തനായ ഒരു മനുഷ്യനായിട്ട് അവിടെ അങ്ങനെ കഴിയായിരുന്നു. പിന്നെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അറേബ്യയിൽ നടന്ന സംഭവങ്ങളൊക്കെ ചോദിച്ചു. ശേഷം തമീമുദ്ദാരി നേരെ മുഹമ്മദിന്റെ അടുക്കലെത്തി, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പറഞ്ഞ കഥയാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹദീസ് ഉള്ളത്. ഈ ഹദീസ് പ്രകാരം 40 ദിവസം ഓരോ നഗരത്തിലും ജീവിക്കും എന്നാണ് ദജ്ജാൽ പറയുന്നത്. എന്നാൽ മുഹമ്മദ് പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസിലുള്ളത് ആകെ 40 ദിവസം ജീവിക്കും എന്നാണ്. അതിലൊരു ദിവസം, ആദ്യത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒരു വർഷത്തോളം നീളും, അല്ലെങ്കിൽ ഒരു വർഷം പോലെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും, ഒരു മാസം പോലെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും, ഒരാഴ്ച പോലെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും, ബാക്കിയെല്ലാം സാധാ ദിവസങ്ങൾ പോലെ തോന്നും. അങ്ങനെ 40 ദിവസം അവൻ ഭൂമിയിൽ ജീവിക്കും. 40ാമത്തെ ദിവസം ഈസാ നബി വന്നിട്ട് ഇവനെ കൊല്ലും എന്നാണുള്ളത്. എന്നാൽ ഈ ഇപ്പം നമ്മൾ കേട്ട ഹദീസിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നഗരത്തിലും 40 രാത്രികൾ ജീവിക്കും എന്നാണ്. ദജ്ജാല് ഒരു വിദൂര ദ്വീപില് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് എന്ന ഹദീസ് നിലനിൽക്കുമ്പോൾ തന്നെ മദീനയിൽ ജീവിച്ചിരുന്ന ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന ഒരു യഹൂദ ബാലനാണ് ദജ്ജാൽ എന്ന് മുഹമ്മദും മുഹമ്മദിന്റെ കൂടെയുള്ള സഹാബികളും സംശയിച്ചിരുന്നു എന്ന് വെളിവാക്കുന്ന ഒരുപാട് ഹദീസുകൾ വേറെയും നിലവിലുണ്ട്. 1-2 ഹദീസുകൾ വായിക്കാം. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് നബിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഉമർ ഇബ്നു സയ്യാദ് തന്നെയാണ് ദജ്ജാൽ എന്ന് സത്യം ചെയ്ത് പറയുന്നതായിട്ടുള്ള ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ഞാനൊന്ന് വായിക്കാം. സഹീഹ് ബുഖാരി 7355 മുഹമ്മദ് ബിൻ അൽ മുൻകദിർ നിവേദനം ചെയ്യുന്നു. ഇബ്നു സയ്യദ് ദജ്ജാൽ ആണെന്ന് ജാബിർ ബിൻ അബ്ദുള്ള അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ ജാബിറിനോട് ചോദിച്ചു, നിനക്കെങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ കഴിയും? ജാബിർ പറഞ്ഞു, ഉമർ ഈ കാര്യത്തിൽ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രവാചകൻ അതിനെ എതിർത്തില്ല. ഉമർ മുഹമ്മദിന്റെ അടുത്ത് നിന്നിട്ട് ഈ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന പയ്യനാണ് ദജ്ജാൽ എന്ന് സത്യം ചെയ്യുന്നത് കണ്ടു. മുഹമ്മദ് അതിനെതിർത്തില്ല. സഹീഹായിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് എനിക്കും അങ്ങനെ സത്യം ചെയ്യാം എന്നാണ് ജാബിർ ഇബ്നു അബ്ദുള്ള പറയുന്നതായിട്ട് ഈ ഹദീസ് സഹീഹ് ബുഖാരി 7355. സംശയമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഈ ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ബാലൻ ഒരു നിഗൂഢമായ സ്വഭാവങ്ങളുള്ള ഒരാളായിരുന്നു. അങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കുക, ചില പ്രവചനങ്ങൾ നടത്തുക, ഭാവി പ്രവചിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആളുകളും ഇവന്റെ അടുത്തേക്ക് വരും, മോശം ആളുകളും ഇവന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ ഈ പല ഹദീസുകളിലും മുഹമ്മദിനോട് ഇവൻ തന്നെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന്റെ ഈ നിഗൂഢമായിട്ടുള്ള ഈ പെരുമാറ്റം കണ്ടിട്ട് ഇവൻ തന്നെയാണ് ദജ്ജാൽ എന്ന് ഉറപ്പിച്ചിട്ട് ഉമർ ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് നമ്പർ 2930 സഹീഹ് മുസ്ലിം. അതുപോലെ തന്നെ ബുഖാരിയുടെ 1354 1355 ഹദീസുകളിലൊക്കെ ഈ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം. താല്പര്യമുള്ളവർ ഫുൾ ഹദീസ് വേണമെങ്കിൽ ഈ നമ്പർ അനുസരിച്ച്
sunnah.com തപ്പുക. അള്ളാഹുവിന്റെ ദൂതരെ എനിക്ക് അനുവാദം തരൂ, ഞാൻ ഇവന്റെ കഴുത്ത് വെട്ടാം. അപ്പോൾ നബി പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്, അത് ശ്രദ്ധിക്കണം. അവൻ തന്നെയാണ് ദജ്ജാൽ എങ്കിൽ നിനക്ക് അവനെ കീഴടക്കാൻ കഴിയില്ല. ഈസാ നബിക്ക് മാത്രമേ അതിന് കഴിയൂ. ഇനി അവൻ ദജ്ജാൽ അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതിൽ നിനക്ക് യാതൊരു ഗുണവുമില്ല. അവൻ ദജ്ജാൽ ആണെങ്കിൽ നിനക്ക് അവനെ കൊല്ലാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. അപ്പൊ ദജ്ജാൽ ആയിരിക്കാനുള്ള ഒരു സാധ്യത മുഹമ്മദും തള്ളിക്കളയുന്നില്ല എന്ന് വേണം ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ ഇബ്നു സിയാദ് എന്ന് പറയുന്ന പയ്യന് അദൃശ്യമായ ശക്തികളുണ്ട്, അത്ഭുതമായ ശക്തികളുണ്ട് എന്ന് മുഹമ്മദും വിചാരിച്ചിരുന്നു, അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് ഈ ഈ പയ്യനെ നിരീക്ഷിക്കാനായിട്ട്, ഒളിച്ചു നിന്നുകൊണ്ട് നിരീക്ഷിക്കാനായിട്ട് മുഹമ്മദ് പോയിരുന്നു എന്ന് വെളിവാക്കുന്ന ഹദീസുകളും നമുക്ക് ലഭ്യമാണ്. സഹീഹ് ബുഖാരിയിൽ 1354, 1355 ഹദീസുകളിൽ ഈ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വലിയൊരു ഹദീസാണ്. ഞാൻ ആ ഹദീസ് മുഴുവനായിട്ട് വായിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ഈ ഹദീസിൽ വരുന്നുണ്ട്. ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, ഉമർ നബിയോടും ഏതാനും ആളുകളോടും കൂടി ഇബ്നു സയ്യാദിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ബനു മുഖാലയുടെ കുന്നുകൾക്കരികിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന അവനെ അവർ കണ്ടു. അന്ന് ഇബ്നു സയ്യാദ് പ്രായപൂർത്തിയാകാൻ അടുത്തിരുന്ന ഒരു ബാലനായിരുന്നു. നബി തന്റെ കൈകൊണ്ട് അവനെ സ്പർശിക്കുന്നതുവരെ അവൻ അവരുടെ സാന്നിധ്യം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ നബി അവനോട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം പറയുന്നുണ്ടോ? ഇബ്നു സയ്യാദ് അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, താങ്കൾ നിരക്ഷരരായ ജനങ്ങളുടെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. പിന്നീട് ഇബ്നു സയ്യാദ് നബിയോട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം പറയുമോ? ഇബ്നു സയ്യാദ് അങ്ങോട്ട് ചോദിച്ചു മുഹമ്മദിനോട്. നബി അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു. ശേഷം നബി അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് കാണുന്നത്? അതായത് നിനക്ക് എന്തെങ്കിലും ഇങ്ങനെ അത്ഭുതപരമായിട്ട് എന്തെങ്കിലും കാണാനുള്ള ശേഷിയുണ്ടോ, കഴിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിനക്ക് ഭാവി പ്രവചിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ് ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഇബ്നു സയ്യാദ് മറുപടി പറഞ്ഞു, സത്യസന്ധരും കള്ളന്മാരും എന്നെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ നബി പറഞ്ഞു, ഈ കാര്യത്തിൽ നിനക്ക് ആശയക്കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ശേഷം നബി അവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒളിപ്പിച്ചിട്ടുണ്ട്, അത് നിനക്ക് പറയാൻ കഴിയുമോ? ഇബ്നു സയ്യാദ് പറഞ്ഞു, അത് പുക ആണ്. അപ്പോൾ നബി പറഞ്ഞു, നീ അപമാനിതനായിരിക്കട്ടെ, നിനക്ക് നിശ്ചയിക്കപ്പെട്ട പരിധി കടക്കാൻ കഴിയില്ല. നിനക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്, നീ എത്രത്തോളം പോകുമെന്ന് എനിക്കറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് നീ പോകൂല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണത്. അപ്പോൾ ഉമർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അവന്റെ തല വെട്ടിമാറ്റാൻ എന്നെ അനുവദിക്കൂ, അവനെ കൊല്ലാനുള്ള അനുവാദം ചോദിക്കുന്നതാണ്. അപ്പോൾ നബി പറഞ്ഞു, ഇവൻ തന്നെയാണ് ദജ്ജാലെങ്കിൽ നിനക്ക് അവനെ കീഴടക്കാൻ കഴിയുകയില്ല, ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഇബ്നു ഉമർ തുടർന്നു പറഞ്ഞു, പിന്നീട് അള്ളാഹുവിന്റെ ദൂതൻ ഉബയ്യ് ഇബ്നു കഅബിനോടൊപ്പം ഇബ്നു സയ്യാദ് താമസിച്ചിരുന്ന ഈന്തപ്പനത്തോട്ടത്തിലേക്ക് വീണ്ടും പോയി. ഇബ്നു സയ്യാദ് തങ്ങളെ കാണുന്നതിന് മുമ്പ് അവനിൽ നിന്ന് എന്തെങ്കിലും കേൾക്കാൻ നബി ആഗ്രഹിച്ചു. അതായത് ഒളിച്ചു നിന്നിട്ട് ഇബ്നു സയ്യാദ് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് മുഹമ്മദ് പോയി എന്നാണ്. ഉബയ്യ് ഇബ്നു കഅബിനോടൊപ്പം ഈത്തപ്പനത്തോട്ടത്തിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഒരു പുതപ്പ് മൂടിക്കിടക്കുന്ന ഇബ്നു സയ്യാദിനെ കണ്ടു. അവനിൽ നിന്ന് ചില പിറുപിറുക്കലുകൾ കേൾക്കാമായിരുന്നു. ഈന്തപ്പനകളുടെ തണ്ടുകൾക്ക് പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന അള്ളാഹുവിന്റെ ദൂതനെ ഇബ്നു സയ്യാദിന്റെ അമ്മ കണ്ടു. മുഹമ്മദ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഇബ്നു സയ്യാദിന്റെ അമ്മ കണ്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഓ സാഫ്, ഇതാ മുഹമ്മദ്. സാഫ് എന്നുള്ളത് ഇബ്നു സയ്യാദിന്റെ ഒരു ഓമനപ്പേരാണ്. ഉടൻ തന്നെ ഇബ്നു സയ്യാദ് എഴുന്നേറ്റു. അപ്പോൾ നബി പറഞ്ഞു, ആ സ്ത്രീ അവനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ അവന്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെട്ടേനെ. അപ്പൊ എന്തൊക്കെയോ കഴിവുണ്ട്, അദൃശ്യമായ എന്തോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ എന്തോ അത്ഭുതപരമായ എന്തോ ഒരു കഴിവുണ്ട് എന്ന് മുഹമ്മദും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ സ്ത്രീ അവനെ വിളിക്കാതിരുന്നെങ്കിൽ അവൻ അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് പറയുന്നു ദജ്ജാൽ ഏതോ വിദൂര ദ്വീപിൽ തടവിൽ കിടക്കുകയാണെന്ന്. എന്നാൽ അതേ സമയത്ത് ഇവിടെ ഒരു ബാലൻ, ഒരു യഹൂദ ബാലൻ, അത് ദജ്ജാലാണ് എന്ന് സംശയിച്ചുകൊണ്ട് ഉമർ കൊല്ലാൻ അനുവാദം ചോദിക്കുന്നു. മുഹമ്മദിന്റെ കൂടെയുള്ള പല സഹാബികളും പ്രശ്നമുള്ളതായിട്ട്, അല്ലെങ്കിൽ അവൻ എന്തോ ഒരു കഴിവുള്ളതായിട്ട്, ഒരു അത്ഭുതപരമായിട്ടുള്ള കഴിവുള്ളതായിട്ട് ധരിച്ചിരുന്നു. അങ്ങനെ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഒളിച്ചു നിന്നിട്ട് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അവന്റെ അമ്മ വിളിച്ചത് കൊണ്ട് ആ സംഭവം പാളിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ഹദീസുകൾ ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള അവന്റെ രൂപം, നടത്തം, അവന്റെ രീതികൾ, അവന്റെ അത്ഭുതങ്ങൾ, അവൻ ആളുകളെ വഴിതെറ്റിക്കും, മഴ പെയ്യിക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്ന ഈ ദജ്ജാൽ എന്ന് പറയുന്ന ഈ സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ ഈ കഥയുടെ യഥാർത്ഥ ഉറവിടം ഏതാണ്? ഈ ദജ്ജാലിന്റെ കഥ എവിടെ നിന്ന് വന്നു എന്ന് നോക്കുമ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുക ബൈബിളിലെ
ആന്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയുന്ന സങ്കല്പവുമായിട്ട് എത്രത്തോളം ഇതിന് സാമ്യമുണ്ട് എന്നാണ്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലും അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലന്റെ വചനങ്ങളിലുമൊക്കെ ഈ ഒരു ശക്തിയെ, ഈ വിനാശകാരിയായ ശക്തിയെ അധർമ്മത്തിന്റെ മനുഷ്യനെന്നും ദ ബീസ്റ്റ് അല്ലെങ്കിൽ മൃഗം എന്നുമൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ ഹദീസുകളിൽ ദജ്ജാൽ മഴ പെയ്യിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അപ്പത്തിന്റെ മലകൾ കൂടെ കൊണ്ടു നടക്കുന്നു, അതൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇതേ കാര്യം ബൈബിളിലും അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ജനങ്ങളെ വശീകരിക്കാനായിട്ട് ആകാശത്തു നിന്ന് തീ ഇറക്കുമെന്നും വലിയ വ്യാജ അത്ഭുതങ്ങൾ കാണിക്കുമെന്നും ബൈബിളിൽ പ്രവചനമുണ്ട്. അതുപോലെ തന്നെ ദജ്ജാലിന്റെ നെറ്റിയിൽ കാഫിർ അല്ലെങ്കിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകും എന്നാണ് ഹദീസുകളിലെ വിവരണം. സമാനമായിട്ട് 666 666 എന്ന് ആന്റി ക്രൈസ്റ്റിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടാകും എന്നാണ് ക്രൈസ്തവ സ്റ്റോറിയിലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ദജ്ജാലിന്റെ അന്ത്യമാണ്. ദജ്ജാലിനെ വധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഹദീസുകളിലെ വിവരണം അനുസരിച്ച് ദജ്ജാലിനെ വധിക്കുന്നത് ഈസാ നബിയാണ്, ലുദ് എന്ന സ്ഥലത്ത് വെച്ച്. ആന്റി ക്രൈസ്റ്റിനെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിനെ വധിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇത് രണ്ടും ഒന്നാണെന്നാണ് ഇസ്ലാമിലെ വിശ്വാസം. അതായത് ഈസാ നബിയാണ് യേശു ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത്. അർമഗദോൻ യുദ്ധത്തിൽ വെച്ചാണ് യേശു ക്രിസ്തു അവനെ കൊല്ലുന്നത്. അവനെ ഒരു തീക്കുളത്തിലേക്ക് എടുത്തെറിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കഥകളും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള സാമ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദജ്ജാൽ സങ്കല്പത്തിന്റെ മറ്റൊരു വേര് കിടക്കുന്നത് യഹൂദ മിത്തോളജിയിലാണ്. ഈ യഹൂദ മിത്ത് പ്രകാരം അർമല്ലൂസ് എന്ന് പറയുന്നത് വെണ്ണക്കല്ലിൽ നിന്ന് ജനിച്ച ഒരു ജീവിയാണ്. റോമിൽ ഒരു വെണ്ണക്കൽ ശില്പം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയുടെ വെണ്ണക്കൽ ശില്പം. വളരെ മനോഹരമായ ഒരു ശില്പമായതുകൊണ്ട് ഈ ശില്പം കണ്ടപ്പോൾ പിശാചിന് മോഹം ഉണ്ടായി. അങ്ങനെ മോഹം ഉണ്ടായപ്പം പിശാച് ഈ വെണ്ണക്കൽ ശില്പവുമായിട്ട് കൂടിച്ചേർന്നു. അങ്ങനെ കൂടിച്ചേർന്നതിന്റെ ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് ഈ അർമല്ലൂസ് എന്ന് പറയുന്നത്. ദജ്ജാലിനെ പോലെ തന്നെ അർമല്ലൂസിനും ഒരു കണ്ണേ ഉള്ളൂ, ഒറ്റക്കണ്ണനാണ്. അതുപോലെ തന്നെ അവന്റെ കൈകൾ വളരെ നീണ്ട വലിയ കൈകളാണ്, മുട്ടുവരെ കാൽമുട്ട് വരെ എത്തുന്ന വലിയ കൈകളാണ്. അതുപോലെ ഭീമാകാരമായ ശരീരമൊക്കെ ഉള്ള ഒരു ഭയാനക രൂപമാണ്. ദജ്ജാൽ പറയുന്നത് പോലെ തന്നെ ഭൂമിയിൽ വന്നിട്ട് അവനും അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ഞാനാണ് നിങ്ങളുടെ ദൈവവും മസീഹും എന്ന് അവകാശപ്പെടും. ഒടുവിൽ യഹൂദരുടെ യഥാർത്ഥ രക്ഷകനായ മസീഹ് ബെൻ ഡേവിഡ് രംഗത്ത് വരികയും തന്റെ വായുടെ ശ്വാസം കൊണ്ട് അർമല്ലൂസിനെ വധിക്കുകയും ചെയ്യുമെന്നാണ് യഹൂദ മിത്തോളജിയിലെ അർമല്ലൂസിന്റെ കഥ. ഈ യഹൂദ മിത്തോളജിയിലെ അർമല്ലൂസും ക്രിസ്ത്യൻ മിത്തോളജിയിലെ ആന്റി ക്രൈസ്റ്റും ഒക്കെ കൂടിച്ചേർന്ന മറ്റ് പല നാടോടി കഥകളും എല്ലാം കൂടിച്ചേർന്ന ഒരു മിശ്രിതമാണ് ഇസ്ലാമിലെ ദജ്ജാൽ എന്ന് പറയുന്ന സങ്കല്പവും. നമ്മുടെ യജൂജ് മൗജൂജ് വീഡിയോയുടെ താഴെയും ചില ആളുകളൊക്കെ വന്ന് ചോദിച്ചു, ഇതൊക്കെ കഥയല്ലേ, അതിനെ കഥയായിട്ട് എടുത്താൽ പോരെ, ഇത്ര സീരിയസ് ആയിട്ട് എടുത്ത് ഇതിനൊക്കെ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഈ കഥകള് മുതിർന്ന ആളുകൾക്ക്, ഇപ്പൊ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതൊരു കഥയാണ് എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളാൻ പറ്റുമായിരിക്കും. കമന്റ് ഇട്ട ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ വീഡിയോയുടെ താഴെയുള്ള മറ്റ് കമന്റുകൾ കൂടെ ഒന്ന് പരിശോധിക്കണം. ചെറിയ പ്രായത്തിൽ ഒരു കാലത്ത് ഈ കഥകളെല്ലാം ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ട എത്രയോ പേര് ഈ കഥകളെല്ലാം വിശ്വസിച്ച് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എനിക്ക് പേടിയായിരുന്നു, എനിക്ക് ഭയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിരുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ആ രീതിയിൽ തന്നെയാണ് ഈ കഥകൾ കുട്ടികളിൽ പ്രവർത്തിക്കുന്നത്. പലതരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കുട്ടികളിൽ ഉണ്ടാകാൻ ഇത്തരം കഥകൾ കാരണമാകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ക്രോണിക് ഫിയർ ആൻഡ് ആങ്സൈറ്റി, അതായത് വിട്ടുമാറാത്ത ഉത്കണ്ഠയും ഭയവും. ചങ്ങലയിൽ കിടക്കുന്ന ഒരു ഭീമാകാരനായ ഒരു മനുഷ്യൻ, രോമം നിറഞ്ഞൊരു വിചിത്ര ജീവി, 40 മുഴം വലിപ്പമുള്ള ഒരു കഴുത, തല വെട്ടിമാറ്റുന്ന, എന്നിട്ട് ആ വെട്ടിമാറ്റിയതിനെ വീണ്ടും ജീവൻ വെപ്പിക്കും എന്ന് പറയുന്ന കഥ. ഇതൊക്കെ കുട്ടികൾ ഭാവനയിൽ കാണുമ്പോൾ ഭയാനകമായ ചിത്രങ്ങളാണ് കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയോ ഈ രൂപങ്ങൾ അല്ലെങ്കിൽ ഈ ഭയാനകമായ ഈ ശക്തികൾ തങ്ങളെ തേടി വരുമോ എന്നുള്ളൊരു ഭയം ഈ കഥകൾ കേൾക്കുന്ന കുട്ടികളിലുണ്ടാകും. കാരണം കുട്ടികൾക്ക് വിവേചന ബുദ്ധി ഉദിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഭയം ഇവരെ ആങ്സൈറ്റിയിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും ഒക്കെ നയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്നാണ് യുക്തിചിന്തയുടെ തകർച്ച എന്ന് പറയുന്നത്, സപ്രഷൻ ഓഫ് റാഷണൽ തിങ്കിങ്. ചെറുപ്പം മുതൽ ഇത്തരം അമാനുഷിക കഥകളും യുക്തിരഹിതമായ കഥകളും ഒക്കെ കേട്ട് വളരുന്ന കുട്ടികളിൽ കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള അഥവാ ലോജിക്കൽ തിങ്കിങ്ങിനുള്ള ശേഷി
നഷ്ടപ്പെടും. ചുറ്റുമുള്ള ലോകത്തെ ശാസ്ത്രീയമായും ലോജിക്കലായും നിരീക്ഷിക്കുന്നതിന് പകരം അതൊക്കെ അദൃശ്യ ശക്തികളുടെ പരിപാടിയാണ്, ശാപമാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ട്രെയിൻ ചെയ്യപ്പെടും. മറ്റൊന്നാണ് ലോകാവസാനം അടുത്തു എന്നുള്ള ഒരു പേടിയും അതിനെ തുടർന്നുണ്ടാകുന്ന നിരാശയും. ഈ നിരാശ ഉണ്ടാകുമ്പോൾ കുട്ടികളിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ആ ഒരു ചിന്ത ഇല്ലാതാവുകയും ആ പ്രതീക്ഷ അവസാനിച്ചു പോവുകയും നിരാശയിലേക്ക് വഴിമാറിപ്പോവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഇത്തരം കഥകളിലൂടെ, ഇത്തരം കഥകൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ദജ്ജാലിന്റെ വരവിനെ കുറിച്ചുള്ള ഹദീസുകളും അതിന്റെ ചരിത്ര പശ്ചാത്തലവും ഇത്തരം കഥകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതിയിടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.